ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങളെ കുറിച്ചാണ്. 32 തരത്തിലുള്ള ഭാവങ്ങൾ ഗണപതിക്കുണ്ട്. ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ബാലഗണപതി, കുട്ടികളുടേത് മാതിരി മുഖഭാവമുള്ളത്, കൈകളിൽ പഴം, മാമ്പഴം, കരിമ്പ് എന്നിവ ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. തരുണ ഗണപതി, യുവത്വം തുളുമ്പുന്ന ഭാവത്തോടു കൂടിയ 8 കൈകളോട് കൂടിയ ഗണപതി. ഭക്തി ഗണപതി, പൂർണ്ണചന്ദ്രന്റെ തിളക്കത്തോടെയുള്ള മുഖഭാവം, പ്രത്യേകിച്ചും കൊയ്ത്തുകാലത്ത് എപ്പോഴും നല്ല പ്രസന്നവദനായി, കൈകളിൽ മാമ്പഴം, നാളികേരം, പായസം. വീരഗണപതി, ഒരു യോദ്ധാവിന്റെ ഭാവത്തോടെയുള്ള 16 കൈകളോട് കൂടിയത്, എല്ലാ കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിനു പുറപ്പെട്ടു നിൽക്കുന്ന ഉഗ്രമൂർത്തിയാണ്. ശക്തി ഗണപതി, 4 കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി, ദുർബലരെ രക്ഷിക്കുന്ന ഭാവം. ദ്വിജ ഗണപതി, 3 ശിരസോട് കൂടിയ ഗണപതിയാണ്. കൈകളിൽ ഓലയും കൂജയും ജപമണികളും ഉണ്ട്. സിദ്ധി ഗണപതി, എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതി. കഴിവുകൾ ഉണ്ടാകാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉച്ഛിഷ്ട ഗണപതി, സംസ്കാരത്തിന്റെ കാവൽക്കാരനായാണ് ഈ ഗണപതി. 6 കൈകളിൽ മാതളം, നീലത്താമര, ജപമാല, നെൽക്കതിർ എന്നിവയോട് കൂടിയിരിക്കുന്ന ഗണപതി. വിഘ്ന ഗണപതി, എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതി. ക്ഷിപ്ര ഗണപതി, വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതിയാണ്. തുമ്പിക്കൈയിൽ ഒരു കുടം നിറയെ അമൂല്യ രത്നങ്ങൾ ആയിട്ടുള്ളതാണ്. ഉഗ്രമൂർത്തിയാണ്. ക്ഷിപ്രപ്രസാദ ഗണപതി, പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ്. കുശപ്പുല്ലു കൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഹെരംബ ഗണപതി, 5 മുഖമുള്ള ഗണപതി, വെളുത്ത നിറം, ബലഹീനതയുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത്. ഒരു വലിയ സിംഹത്തിന്റെ മുകളിലാണ് സവാരി. ലക്ഷ്മി ഗണപതി, തൂവെള്ള നിറമാണ് ഈ ഗണപതിക്ക്. ലക്ഷ്മി ദേവിയോട് കൂടി ഇരിക്കുന്നു. കൈകളിൽ തത്ത, മാതളം, ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ഗണപതി. ബിസിനസ് സമൂഹത്തിന്റെ ഇഷ്ടദൈവം. വെള്ളിയാഴ്ച പ്രധാന ദിവസമാണ്. മഹാഗണപതി, ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ഇത് പരമാത്മാവാണ്. ഗണപതിയുടെ പൂർണ്ണരൂപം തൃക്കണ്ണ് ഉള്ള ഗണപതിയാണിത്. മാതളം, നീലത്താമര, നെൽക്കതിർ എന്നിവ കൈകളിലേന്തി നിൽക്കുന്നു. ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഗണപതി ഇതാണ്. വിജയ ഗണപതി, എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖഭാവത്തോടെയാണ് ഈ ഗണപതി. സർവകാര്യ വിജയത്തിന് ഉത്തമം. നൃത്ത ഗണപതി, കലകളുടെ നാഥനാണ് ഈ ഗണപതി. നൃത്തരൂപത്തിലാണ് ഈ ഗണപതി. 4 കൈകളുള്ള ഈ ഗണപതിയുടെ വിരലുകളിൽ മോതിരവും കാണാം. ഊർധ്വ ഗണപതി, 6 കൈകളിൽ നെൽക്കതിർ, താമര, കരിമ്പ് എന്നിവയുണ്ടാകും. ഏകാംശ ഗണപതി, തൃക്കണ്ണ് ഉള്ള ഗണപതി. താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത്. വരദ ഗണപതി, ഈ ഗണപതി കൈകളിൽ തേനുമായി ഇരിക്കുന്നു. ത്രയാക്ഷര ഗണപതി, ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവും. ഹരേന്ദ്ര ഗണപതി, ഒരു പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതി. ഏകദന്ത ഗണപതി, ഈ ഗണപതി നീല നിറത്തോടു കൂടിയാണ്. ലഡുവാണ് പ്രസാദം. സൃഷ്ടി ഗണപതി, ഈ ഗണപതി ചുവന്ന നിറത്തോടു കൂടി ഉള്ളതാണ്. എല്ലാം സൃഷ്ടിക്കുന്ന ഗണപതി ആണിത്. ഉദ്ദണ്ഡ ഗണപതി, ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന 10 കൈകളുള്ള ഗണപതിയാണ് ഇത്. ഋണമോചന ഗണപതി, കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഗണപതി. ഈ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ഫലമാണ് റോസാപ്പിൾ. ദുണ്ഡി ഗണപതി, കൈകളിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്കുള്ളത്. ദ്വിമുഖ ഗണപതി, 2 മുഖമുള്ള ഗണപതി, എല്ലാ ഭാവത്തേക്കും കാണുന്ന രീതിയിൽ. ത്രിമുഖ ഗണപതി, സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം. സിംഹ ഗണപതി, ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു. യോഗ ഗണപതി, യോഗ മുദ്രയിൽ ഇരിക്കുന്ന ഗണപതിയാണിത്. ധ്യാന നിമഗ്നനായി ആണ് ഈ ഗണപതി ഇരിക്കുന്നത്. ദുർഗാ ഗണപതി, യുദ്ധവിജയത്തിന്റെ പ്രതീകമാണ് ഈ ഗണപതി. ശത്രുക്കളിൽ വിജയം നൽകുന്ന ഗണപതി. സങ്കടഹരണ ഗണപതി, എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതിയാണിത്. പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാന ദിവസമാണ്. ഇങ്ങനെ 32 ഭാവങ്ങളാണ് ഗണപതിക്കുള്ളത്. താങ്ക് യു.